എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും പോലെ ഇന്ന് ഇരുന്ന് യൂട്യൂബിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി ലോകത്തെ രാജകുമാരന്മാർ മഹാദേവൻ, ജോൺജോ, ദീപക്, പിന്നീടുള്ള പേര് ഞാൻ ഓർക്കുന്നില്ല, ഇവരെല്ലാവരും കൂടി ഇരുന്നൊരു ടോക്ക് ഷോ നടത്തുന്നുണ്ടോ. ഇത്രയും മനോഹരമായൊരു ടോക്ക് ഷോ, എന്തൊക്കെ വെളിവുകേടാണ് ഇവർ പറയുന്നതെന്ന് നിങ്ങൾ കണ്ടറിയണം. ആ വെളിവുകേടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ഉണ്ടായി. നിങ്ങളിൽ ഭൂരിഭാഗം പേരും അത് കണ്ടിട്ടില്ല. വെറും 8 പേരാണ് കണ്ടിട്ടുള്ളത്. നാണം കെടുത്തിട്ട് ഒരു 10-30 പേരെങ്കിലും കാണണം. ഞാൻ ഇവിടെ കണ്ട ഐബട്ടം വരും, അതിൽ കൊടുത്തേക്കാം. നിങ്ങൾ ദയവ് ചെയ്ത് ആ വീഡിയോ കയറി കാണാൻ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ആ വീഡിയോ മേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. ഈ ചാനൽ കാണുന്നതിൽ 90-ൽ മേലധികം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. 90% മേലെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കുക. ഛേദമില്ലാത്തൊരു ഉപകാരം. ഈ മുഖം ഇടയ്ക്ക് കാണണം എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇനി നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഒരു ചിരി ബമ്പർ ചിരി, അതിനകത്ത് വന്ന് നമ്മളെല്ലാം ഒരുപാട് ചിരിപ്പിച്ച്, നമ്മളെ ഒരുപാട് ഹാസ്യത്തിലൂടെ, നർമ്മത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ച കുറച്ച് ആളുകളാണ് ഈ ജോൺജോ, മഹാദേവൻ, ദീപക് എന്നൊക്കെ പറയുന്ന ആളുകൾ. മറ്റൊരാളുടെ പേര് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അത് പുള്ളിയെ റെക്കഗ്നൈസ് ചെയ്യാനിട്ടുള്ള ആളുടെ മുഖം അറിയാം. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ നല്ല ചിരിക്കാനുള്ള കിട്ടുകാഴ്ച സാധനമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ കണ്ടു. ആ വീഡിയോയുടെ തംബ്നെയിൽ ഞാനിവിടെ കൊടുക്കാം. ആ വീഡിയോ അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇവിടെയാണോ എവിടെ സ്ഥലം എന്ന് വെച്ചാൽ അവിടെ കൊടുക്കാം. ഇതിനകത്ത് ഇവർ സംസാരിക്കുന്നത് അശ്ലീല വീഡിയോകൾ ഇവർ കണ്ടതിനെക്കുറിച്ചും മാസ്റ്റർബേഷനെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ഇവർക്ക് ഉണ്ടായ പ്ലഷറും അത് എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചേക്കുന്നത്. അതായത് ഇവർ കണ്ടത് ഏത് പ്രായത്തിൽ കണ്ടു, എങ്ങനെ കണ്ടു, അപ്പോൾ അവർ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, നീ ഇങ്ങനെ ചെയ്യുമോ, ഞാൻ അങ്ങനെ ചെയ്യുമോ, ഇതാണ് ഇവരുടെ ഫുൾ വീഡിയോ. ഫുൾ വീഡിയോ ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. ഈ വീഡിയോ 54 മിനിറ്റ് ഉണ്ട്. ഞാൻ മൂളി കണ്ടിട്ട് 30 മിനിറ്റ് വരെ കാണാൻ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് എന്നെക്കൊണ്ട് അത്ര സഹിച്ചിരിക്കാൻ സാധിച്ചുള്ളൂ. ഓടിച്ചു പോലും എനിക്കത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് 30 മിനിറ്റ് വരെയുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തോട്ട് ഇവർ നന്നായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവ് പ്രകാരം അവർ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഈ വീഡിയോയിൽ ഇവരുടെ മെയിൻ കണ്ടൻറ് ഇതാണ്. ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോസ് നീ എപ്പോൾ മുതൽ കണ്ടു, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളത് ശരിയാണ് എന്ന രീതിയിലാണ് അതിലൊരാൾ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് വരും. അതറിയണമെങ്കിൽ നമ്മൾ 1-2 പാർട്ട്ണറായിട്ട് ഇടപെടുമ്പോൾ അവർക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഷൂട്ടിൽ നിന്ന് തുടങ്ങുന്നതിന് പറഞ്ഞില്ലേ, മറ്റേ ഇമാജിൻ എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് കാമുകയെ ഇമാജിൻ ചെയ്യണം. നമ്മൾ ഇവിടെ ചെയ്യുന്ന ആ ഒരു സാധനം എനിക്ക് മറ്റേ സെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതോ, ഈ മഹാദേവൻ മറ്റേ ആളെ അവനുണ്ടല്ലോ, അവന്റെ ഭാര്യ ഗർഭിണിയാക്കി തിണ്ടിയാണ്. നിർത്താൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ തോന്നുന്നുണ്ട് മാസ്റ്റർബേഷൻ ഭയങ്കര റെഗുലർ ആയിട്ട് സെക്സ് നടക്കുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആയിട്ട് നടക്കുകയാണെങ്കിൽ കുറയും. എനിക്കാണെങ്കിൽ തോന്നിയിട്ടുണ്ട്, നമ്മൾ റിലേഷൻഷിപ്പിൽ നമ്മൾ പാർട്ട്ണറോട് ഗിവിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാസ്റ്റർബേഷൻ. നമ്മുടെ ഈ താടിയണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായുള്ള ലൈംഗിക ബന്ധത്തിന് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്താലറിയൂ, ഇങ്ങനെ ചെയ്താലറിയൂ. ഞാൻ ചോദിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ ഫാമിലി ഓഡിയൻസ് കാണുന്നൊരു ഓഡിയൻസിനെ നിങ്ങൾ കയ്യിലെടുത്ത്, അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള തമാശകൾ ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള കൊച്ചു പിള്ളേരുൾപ്പെടെയുള്ള ആളുകളാണ് നിങ്ങളെ ആരാധിക്കുന്ന, നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അങ്ങനെയുള്ള ഒരു ഓഡിയൻസ് ബേസ് ഉള്ള നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് നിങ്ങൾ തമാശപരമായ ഫണ്ണായിട്ടുള്ള എലമെൻ്റാണ് എന്നെപ്പോൾ ഉള്ള ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അത് പോട്ടെ, നിങ്ങൾക്ക് അതായിരിക്കില്ല ഇൻട്രസ്റ്റ്. ഓക്കെ, ഫൈൻ, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കൂ. നിങ്ങളുടെ ഈ ടോപ്പിക്ക് സൊസൈറ്റിക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത്? സൊസൈറ്റിക്ക് എന്ന് പോട്ടെ, ആർക്കെങ്കിലും എന്ത് ഗുണമാണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ സംസാരിച്ച ടോപ്പിക്കുകൾ കൊണ്ട് സെക്സ് എഡ്യൂക്കേഷൻ വളരെ നല്ലതാണ്, അതാണോ നിങ്ങൾ ചെയ്തത്? അല്ല. നിങ്ങളൊരു അവയർനെസ് ചെയ്യുന്നത് നല്ലതാണ്, അതാണോ നിങ്ങൾ ചെയ്തത്? അല്ല. നിങ്ങൾ നിങ്ങളുടേതായ കുറേ തെറ്റായ കോൺസെപ്റ്റുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആ താടിച്ചേട്ടൻ 2-3 തവണ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് നല്ലതാണെന്നൊരു തരത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അതേസമയം മഹാദേവൻ അതിനകത്ത് മാസ്റ്റർബേഷൻ നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ജലദോഷം ഉള്ളപ്പോൾ വലിയ പാടാണ്. നിങ്ങളോടൊക്കെ എന്താ സംസാരിക്കേണ്ടത്? നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ തമാശകൾ ഇഷ്ടപ്പെട്ട് കാണുന്ന കുറച്ച്, നിങ്ങൾ 18+ തമാശകൾ പറഞ്ഞോളൂ, പക്ഷെ അതിനൊരു
ഒരു എത്തിക്സ് ഇല്ലേ, ഒരു മിനിമം എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ലേ? അത് കീപ്പ് ചെയ്തല്ലേ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇത് മാത്രമല്ല, ഇവരുടെ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. കണ്ടിട്ട് വരൂ. ലസ്റ്റിംഗ് ഓവർ അതർ വിമൺ എന്നുള്ളതാണ് പ്രശ്നം. വേറെ വിമണില് ലസ്റ്റ് കാമിക്കുന്നത്. പക്ഷെ അത് നാച്ചുറലി ഇപ്പൊ നമ്മള് നമുക്ക് നാച്ചുറലി തിരിച്ചുണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് തൂക്കിയോ? നമുക്ക് അത് അവർക്ക് പക്ഷെ അതിൽ നമ്മൾ ആക്ഷൻ എടുക്കും. അതെ, അത് നമ്മൾ പുറത്ത് ഇപ്പൊ ഒരു പെൺകുട്ടിയോട് അട്രാക്ഷൻ തോന്നുന്നത് നമ്മൾ അവിടെ ചെന്ന് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം തോന്നുന്നുണ്ട് അവിടെ തുടങ്ങിയിട്ടത് പ്രശ്നമുള്ളൂ. അല്ല BBC ഫോണൊക്കെ കണ്ടിട്ട് അവർക്ക് വല്ലതൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മള് മൂഞ്ചി. ലെസ്റ്റ് ഓൺ അനദർ വുമൺ, അതാണ് തെറ്റായ ഒരു സാധനം. പക്ഷെ അത് മനുഷ്യ സഹജമായി വരുന്നൊരു സാധനമാണെന്നാണ് ഈ ചേട്ടന്മാർ പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തെ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ പ്രധാന ഒരു വ്യത്യാസം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളിത് പറഞ്ഞു വെക്കുന്നത് ഇത്തരം സാധനങ്ങളെല്ലാം വളരെ ശരിയാണെന്നൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച മീനിങ് ഇതാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ 54 മിനിറ്റിൽ 35 മിനിറ്റ് ഞാൻ കണ്ടു. ഈ 35 മിനിറ്റ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ, ഷക്കീലയുടെ സിനിമകൾ, ഞങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവരും ഞങ്ങളെ വഴക്ക് പറഞ്ഞു, അവർ കണ്ടു, അവരലറിച്ചു, പേടിച്ചു. നിങ്ങൾ പാർട്ട്ണറുമായിട്ടിരുന്ന് ഇത് കണ്ടിട്ടോ? പാർട്ട്ണർ മീൻസ് ലവറുമായിട്ടിരുന്നിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടോ? അത് അങ്ങനെയാണ്, അത് സൂപ്പറാണ്. ഞാൻ ആ പടത്തിലെ ഈ സീൻ കണ്ടു, ഇന്ന സ്റ്റാറിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് എന്താണ്? ഇതുകൊണ്ടുള്ള യൂസ് എന്താണ്? യൂസോ എൻ്റർടൈൻമെൻറ്റോ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? നിങ്ങളെ ഒത്തിരി ആളുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് കഥാപാത്രങ്ങളല്ലേ നിങ്ങളെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ഈയിടയ്ക്ക് നിങ്ങൾ അബൂ സാലിമിനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയുണ്ടായി. അന്ന് ഞാൻ നിർത്തിയതാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നില്ല. ഇന്ന് നിങ്ങളുടെ ഈ ഒരു കോൺസെപ്റ്റൊക്കെ കണ്ടപ്പോൾ ഒന്നെങ്കിൽ ഒരു ഫൺ എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നല്ല എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് എനിക്കിങ്ങനെ ഡിസ്കഷൻസൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ആണെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടത്. ശോകം എന്ന് പറഞ്ഞാൽ കട്ട ശോകം. ഇതിനകത്ത് എന്തെങ്കിലും ഒരു എലമെൻറ്റ് നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമോ? എന്തെങ്കിലും ഒരു സാധനം. ഞാൻ ഈ വീഡിയോ പടച്ചു വിട്ട നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ സെക്സ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അത് കണ്ടാൽ ക്ലിക്ക് ചെയ്യുന്നൊരു കണ്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഡേറ്റിംഗ് ആപ്പ്, ലൈംഗികത, ഈ കണ്ടൻറ്റ് നിങ്ങൾ എടുക്കരുത്. ഈ കണ്ടൻറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹാസ്യാത്മകമായി ഇതിനെ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്, അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിങ്ങൾ അത്തരത്തിൽ അവതരിപ്പിച്ചു, മാന്യമായ തമാശകൾ വെച്ച് നിങ്ങൾ അവതരിപ്പിക്കൂ. അല്ല, നിങ്ങൾ സീരിയസ് ആയിട്ടൊരു ടോപ്പിക്കാണ് നടത്തുന്നത്, നിങ്ങളിത് സൊസൈറ്റിയെ നല്ലതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് നിങ്ങൾ അവതരിപ്പിക്കുക. നിങ്ങൾക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങൾ, നിങ്ങൾ കണ്ടിട്ടുള്ള കുറേ അശ്ലീല വീഡിയോസ്, നിങ്ങൾ കണ്ടിട്ടുള്ള ആരാധിച്ചിട്ടുള്ള കുറേ സ്റ്റാർസ്, ഇതൊക്കെ എന്തിനാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് വിളമ്പുന്നത്? നീ എൻ്റെ പാർട്ട്ണർ മറ്റൊരാളുമായിട്ട് പോകുന്നത് നിനക്ക് ഇഷ്ടമാണോ? എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളൊരു പോപ്പുലറായപ്പോൾ ഫെയിം നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തതാണോ ഇത്? ഇത്രയും പരാജയമായിട്ട് നിങ്ങൾ മാറിയതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഞാൻ ഈ മഹാദേവൻ്റെയൊക്കെ തമാശകൾ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ജോൺ ജോയൊക്കെ ഞാൻ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ തമാശ മുതൽ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിലവാരം കുറഞ്ഞ് വളരെ ലോ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു മാർക്കറ്റുണ്ട്, നിങ്ങൾ ആ മാർക്കറ്റിനെ പിടിച്ചു നിർത്തും. നിങ്ങളുടെ തമാശ കാണാനായിട്ടാണ് കൂടുതൽ ആളുകൾ ഇരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തു, കൂടുതൽ ആളുകൾ ഇരിക്കുന്നു, അല്ലാത്തവരും കാണും. നിങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ഡെലിവർ ചെയ്യൂ. അല്ലാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് ചെയ്യേണ്ടതെങ്കിൽ സമൂഹത്തിന് ഗുണമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തു. ഇതെനിക്ക് നിങ്ങളോട് തരാനുള്ള അഭ്യർത്ഥനയാണ്. പിന്നെ അതിൻ്റെ അടിയിൽ കുറേ പേരുകൾ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇവർ ഈ ആഷിഖ് ഖാനായ പാട്ടൊക്കെ ഭയങ്കര ആവേശത്തോടെ കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ആഷിഖ് ഖാനായ നോസ്റ്റു. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ മീൻസ് ആ ആളുകളുടെ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ ഇളക്കി വിടുകയാണ്. ഇപ്പം നിലവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരുമാതിരി റിയാക്ഷൻ ചാനൽസ് എല്ലാം ആ സ്ത്രീ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഈ സ്ത്രീയോട് മോശമായിട്ട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനം നിങ്ങൾക്ക് മുമ്പിലേക്ക്, ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് നല്ലതാണ്, അല്ലെങ്കിൽ ഇതിനകത്തൂടെ നിങ്ങളൊരു ഇതിൻ്റെ അനദർ സൈഡിലൂടെ കാണിക്കൂ, ഇതിനകത്ത് നിന്ന് വരുന്ന ദൂഷ്യവശങ്ങളിലൂടെ കാണിക്കൂ. മാസ്റ്റർബേഷൻ നിർത്താൻ സാധിക്കുമോ എന്നൊരു ചോദ്യത്തിന് ഒന്നെങ്കിൽ നിർത്താൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അതിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ പറയും. അല്ലാതെ പനി വരുമ്പം മാറും, ജലദോഷം വരുമ്പം മാറും,
ഒരു തരത്തിലുള്ള വാല്യൂ അഡീഷനും ഇല്ലാത്ത കണ്ടൻറ്റുകളാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആശയദാരിദ്ര്യമാണോ അതോ നിങ്ങളൊരു ഗ്രൂപ്പ് ആയപ്പോഴത്തേനും നിങ്ങളുടെ 4 പേരുടെയും കൂടി ഇൻട്രസ്റ്റ് ചേർന്നിട്ട് നിങ്ങൾ 4 കൂടെ ജോയിൻ്റ് ആയിട്ടൊരു തോൽവി ഏതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിരിഞ്ഞ് 4 വഴിക്കൂടെ പോയിട്ട് നല്ല രീതിയിൽ തിരിച്ചു വരിക. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അബൂ സലീമിൻ്റെ കണ്ടൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വെറുപ്പുകൾ കിട്ടിയതാണ്. ഇത്തരത്തിലുള്ള വെളിവില്ലാത്ത സാധനങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളെ നിങ്ങൾ ദയവ് ചെയ്ത് വളർത്തിവിടരുത്. കാണുന്ന ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇത്തരക്കാരെ നമ്മൾ വളമൊഴിച്ച് വളർത്തിവിടരുത്. അവർക്ക് വേറെ തരത്തിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യൂ. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് കാണാൻ ആഗ്രഹിക്കുന്നുള്ളത്. അവർക്ക് 34,000 അത്രയും കണ്ട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അവരെല്ലാം ഇവർക്ക് കിട്ടിയ ഫെയിം കോമഡി എലമെൻ്റാണ്. അത് കണ്ടിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവർക്ക് കമൻസും ലൈക്സും ഒക്കെ വളരെ കുറവാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇതിപ്പോൾ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന എന്നെപ്പോലുള്ള ആളുകൾ നിങ്ങൾക്കൊരു എത്തിക്സ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇത് ഒരുപാട് പേര് കാണുന്നതാണ്. നിങ്ങളെ പലരും കാണും. അപ്പോൾ അവർക്ക് നിങ്ങളൊരു വാല്യൂ അഡീഷൻ സാധനം വേണം കൊടുക്കാനായിട്ട്. ഇല്ല, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു തെറ്റായ ചിന്താഗതിയാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണം, എനിക്ക് പല സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന ചിന്താഗതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പൊക്കോളൂ. നിങ്ങൾ അത്തരത്തിൽ തന്നെ മുമ്പോട്ട് പൊക്കോളൂ. അത്തരത്തിൽ നിങ്ങളുമായിട്ട് ഉള്ള പെൺകുട്ടികളോട്, നല്ല കുട്ടികളെ ചതിക്കരുത്. ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾ ദയവ് ചെയ്ത് ഇതാണ് ശരി എന്നുള്ള തരത്തിൽ സമൂഹത്തിലേക്ക് ഇറക്കി വിടരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ പരിഗണിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് എന്നിൽ നിന്ന് കാണാൻ പ്രതീക്ഷിക്കുന്നതെന്നും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതും പരിഗണിക്കും. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഒരു ഹെൽപ്പ് എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.